ഡൽഹിയിൽ മലയാളി വിദ്യാർത്ഥികളെ അതിക്രൂരമായി മർദ്ദിച്ച വാർത്തയിലേക്കാണ്. നാട്ടുകാരും മർദ്ദിച്ചു, പരാതിപ്പെട്ട പോലീസുകാരും മർദ്ദിച്ചു. അവരുടെ ആ ആകുലതയിലേക്ക്, അവരുടെ വിഷമത്തിലേക്ക് അവർ നേരിട്ട മർദ്ദനത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഡൽഹിയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് ക്രൂര മർദ്ദനം. മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്ന് ആരോപിച്ച ആൾക്കൂട്ടം അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സഹായം തേടി പോലീസിനെ സമീപിച്ചപ്പോൾ വീണ്ടും മർദ്ദിച്ചതായും പരാതിയുണ്ട്. മലയാളികളായ സുദിൻ, അശ്വിൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഞങ്ങളൊരു സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ ASI സത്യപ്രകാശ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അയാൾ എന്നെ വളരെ ബ്രൂട്ടലായിട്ട്, ഞങ്ങളെ 2.5 മണിക്കൂർ ആ സ്റ്റേഷനിൽ വെച്ച് ബ്രൂട്ടലായിട്ട് മർദ്ദിച്ചു. എൻ്റെ മുഖത്ത് 17 തവണയാണ് എൻ്റെ മുഖത്തടിച്ചത്. ഫൈബർ സ്റ്റിക്ക് കൊണ്ട് ക്രൂരമായിട്ട് ഞങ്ങളെ മർദ്ദിച്ചു. മലയാളം സംസാരിച്ചതിൻ്റെ പേരിൽ മർദ്ദിച്ചു, ഹിന്ദി സംസാരിക്കാത്തതിൻ്റെ പേരിൽ മർദ്ദിച്ചു. എന്നെ മർദ്ദിച്ചു. നമ്മൊരു ഔട്ട് സ്റ്റേഷൻ സ്റ്റുഡൻസ് അവർ മനസ്സിലാക്കിയോണ്ട് ആണെന്ന് തോന്നുന്നു നമ്മളധികം മർദ്ദിച്ചത്. നമ്മ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മിക്സായിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ്, സാക്കിർ ഹുസൈൻ കോളേജ് സ്റ്റുഡൻസ് ആണ്. അപ്പോഴും നമ്മളെ ബൂട്ടുകൊണ്ട് മറ്റേ ഫൈബർ ലാത്തിയോണ്ട് മർദ്ദിച്ചു. പിന്നെ നമ്മൾ കുറ്റം ഏൽക്കാൻ വേണ്ടി ഒരുപാട് മർദ്ദിച്ചു. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. വിനീത, അതിക്രൂരമായ മർദ്ദനം, ഈ പറഞ്ഞതുപോലെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്ന് ആരോപിച്ച് മർദ്ദനം, പിന്നീട് മലയാളം പറഞ്ഞതിന് മർദ്ദനം, പിന്നീട് ഹിന്ദി പറഞ്ഞതിന് മർദ്ദനം, അതും കഴിഞ്ഞിട്ട് എന്തിനൊക്കെ മർദ്ദിക്കാൻ പറ്റുമോ അതിനൊക്കെ മർദ്ദനം. എന്തായിരുന്നു ഇത്രത്തോളം പ്രകോപനം? നാട്ടുകാർക്കും പോലീസുകാർക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, മലയാളി വിദ്യാർത്ഥികൾക്ക് നീതി വേണ്ടേ? എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായും സുഹൈൽ, അതിക്രൂരമായിട്ടുള്ള മർദ്ദനം തന്നെയാണ് ഈ മലയാളി വിദ്യാർത്ഥികൾക്ക് ഡൽഹിയിൽ നേരിടേണ്ടി വന്നത്. ഈ മാസം 24-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അത് ഇവരുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അത് ചില ആളുകൾ അവരുടേതാണെന്ന് അവകാശപ്പെട്ടു. പിന്നാലെ ഈ വിദ്യാർത്ഥികൾ ആ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ചു. ഇതിനിടയിൽ ഡൽഹിയിലെത്തിയ മലയാളികൾ എന്ന നിലയിൽ അവർക്ക് ആകെ ഒരു ആശ്വാസമെന്ന് പറയുന്നത് ഇവിടുത്തെ ഡൽഹി പോലീസ് തന്നെയാണ്. സ്വാഭാവികമായും അവർ ഡൽഹി പോലീസിൽ പരാതിപ്പെട്ടു, ഞങ്ങളെ സഹായിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മലയാളികളായ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഹിന്ദി സംസാരിക്കുന്നതിനൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനടക്കം പോലീസ് അതിക്രൂരമായിട്ടാണ് ഈ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതെന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ ഇവരുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അത് ഈ പോലീസ് ഇടപെട്ട് പിടിച്ചു വാങ്ങി അത് മോഷണം ആരോപിച്ച വ്യക്തികൾക്ക് തിരിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായി. പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി 2.5 മണിക്കൂറാണ് ഈ വിദ്യാർത്ഥികളെ അതിക്രൂരമായി പോലീസ് തല്ലിച്ചതച്ചത്. അതിൽ ആ വിദ്യാർത്ഥി പറയുന്നുണ്ട്, എൻ്റെ മുഖത്ത് പോലീസ് 17 തവണയാണ് എൻ്റെ മുഖത്ത് അടിച്ചത്, എൻ്റെ മുഖത്ത് ബൂട്ടിട്ട് ചവിട്ടിയെന്ന് ആ വിദ്യാർത്ഥി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഹിന്ദി സംസാരിക്കാനായി ആവശ്യപ്പെട്ടു. ഹിന്ദിയിലെ ചില മോശം വാക്കുകൾ അത് ഒരു പോലീസുകാരനെ നോക്കി വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അവർ അതിന് തയ്യാറായില്ല, ഞങ്ങൾക്ക് ഹിന്ദി അറിയില്ല എന്നൊക്കെ പറയുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഹിന്ദി സംസാരിക്കാത്തതെന്ന് പറഞ്ഞ് വീണ്ടും മർദ്ദിച്ചു. ഏതാണ്ട് 2.5 മണിക്കൂറോളമാണ് ഈ മലയാളി വിദ്യാർത്ഥികൾക്ക് പോലീസ് സ്റ്റേഷനിൽ അതിക്രൂരമായിട്ടുള്ള മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഇതിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനും അധികം വൈകാതെ തന്നെ ഇവർ പരാതി നൽകും. സുഹൈൽ, വിഷയത്തിലെ മെറിറ്റല്ല നോക്കിയത്, നാട്ടുകാർക്കും പോലീസുകാർക്കും ആ പാവം വിദ്യാർത്ഥികളെ തല്ലണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇത്തരത്തിൽ ദൂരദേശങ്ങളിൽ പോയി പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. അത്തരം പ്രശ്നങ്ങളിൽ നടപടി ഉണ്ടാകണം, അവർക്ക് നീതി വേണം. ഏതൊക്കെ ഇടപെടൽ നടത്താനാകുമോ ആ ഇടപെടലൊക്കെ ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഉണ്ടാകണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.